all, welcome to this video. In this video, I am going to explain three types of expressions: infix, prefix, postfix. So what is infix expression? We normally use algebraic expression is infix expression. That means A plus B. The infix expression is two operands in the operator use അങ്ങനത്തെ എക്സ്പ്രഷനെ പറയുന്നതാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ 2 + 3 ഇത് ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഇനി പ്രിഫിക്സ്, ഈ ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നെ നമുക്ക് പ്രിഫിക്സ് എഴുതാൻ പറ്റും. പ്രിഫിക്സ് മീൻസ് ഓപ്പറേറ്റർ ഓപ്പറൻസിനേക്കാളും മുന്നായിട്ട് എഴുതാം. ഓപ്പറൻസിന് മുന്നായിട്ടാണ് ഓപ്പറേറ്റർ എഴുതിയിരിക്കുന്നത്. ഈ ടൈപ്പ് എക്സ്പ്രഷനെ പറയുന്നതാണ് പ്രിഫിക്സ് എക്സ്പ്രഷൻ. പോസ്റ്റ് ഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്പറൻസും എഴുതി കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ എഴുതാം. അതിന് പറയുന്നതാണ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. മൂന്ന് ടൈപ്പ് എക്സ്പ്രഷൻ ഉണ്ട്: ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ് ഫിക്സ്. ഇൻഫിക്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യണത്. പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും നമ്മൾ നോർമൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഈ പ്രിഫിക്സും പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസ് ആണ് യൂസ് ചെയ്യണത്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഈ ഒരു വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ തന്നു: A + B - C. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിഫിക്സ് എന്ത്, ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് എന്ത്? അപ്പം ഇതിൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് +AB - +AB. ഇതാണ് ഇതിൻ്റെ പ്രിഫിക്സ്. ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത് AB + C - ഇതാണ് ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പ്രിഫിക്സ് പോസ്റ്റ് ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 3 ഓപ്പറൻസ് ഉണ്ട്. ഇവിടെ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. 3 ഓപ്പറൻസും 2 ഓപ്പറേറ്റേഴ്സും. ഇതിൽ തന്ന 2 ഓപ്പറേറ്റേഴ്സും പ്ലസ് മൈനസിനും സെയിം പ്രയോറിറ്റിയാണ്. ഇതിന് രണ്ടിനും സെയിം പ്രയോറിറ്റിയാണ്. അങ്ങനെ സെയിം പ്രയോറിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ടു ഈ എക്സ്പ്രഷൻ സ്കാൻ ചെയ്യാം. അതായത് ഈ പ്ലസ് മൈനസിൽ ആദ്യം വന്ന ഓപ്പറേറ്റർ ഏതാന്ന് നോക്കാം. ആദ്യം വന്നത് പ്ലസ് ആണ്. അപ്പം നമ്മൾ പ്ലസ് നമ്മൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, ഏതെങ്കിലും 2 ഓപ്പറൻറ്റ് വെച്ചിട്ടാണ്. നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഓപ്പറൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ A + B ഇത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യം പ്രയോറിറ്റി A + B ഇത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ഈ മൈനസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൈനസ് കാൽക്കുലേറ്റ് ചെയ്യുക മീൻസ് B - C എന്നല്ല കാൽക്കുലേറ്റ് ചെയ്യുക. ഈ P1 - C ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി പ്ലസിനും സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ മൈനസിനാണ്. രണ്ടിനും സെയിം പ്രയോറിറ്റിയാണ്, പ്ലസ് മൈനസിന് സെയിം പ്രയോറിറ്റിയാണ്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് പ്ലസും പിന്നെ സെക്കൻഡ് മൈനസാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ P1 ഫസ്റ്റ് ഓപ്പറേറ്റർ ആദ്യം എടുത്ത് ചെയ്താൽ പ്ലസ് എഴുതി, ദെൻ ഫസ്റ്റ് ഓപ്പറൻറ്റ് ചെയ്താൽ സെക്കൻഡ് ഓപ്പറൻറ്റ് ചെയ്താൽ. നെക്സ്റ്റ് P2 കാൽക്കുലേറ്റ് ചെയ്യണം. P2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ P1 - C എന്നാണ്. ഇതിൽ ഈ ഓപ്പറൻറ്റ് ഫസ്റ്റ് എടുത്ത് എഴുതാം. ഓപ്പറേറ്റർ ഫസ്റ്റ് എടുത്ത് എഴുതാം. അപ്പോൾ ഓപ്പറേറ്റർ ഫസ്റ്റ് എടുത്ത് എഴുതുമ്പോൾ മൈനസ്, ദെൻ P1 ഫസ്റ്റ് ഓപ്പറൻറ്റ്, സെക്കൻഡ് ഓപ്പറൻറ്റ് C. ഈ P1 ആണ് നമ്മൾ ഇത് പെർഫോം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ P1 നമ്മൾ മാറ്റി ചെയ്തേക്കുന്നത് +AB എന്നാണ് മാറ്റി ചെയ്തേക്കുന്നത്. അപ്പോൾ +AB C, P1 C എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് -+AB C. ഇനി പോസ്റ്റ് ഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രിഫിക്സ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം ഫസ്റ്റ് ഓപ്പറൻറ്റ് ചെയ്താൽ P1 ഫസ്റ്റ് ഓപ്പറൻറ്റ് A, സെക്കൻഡ് ഓപ്പറൻറ്റ് B, ദെൻ ഓപ്പറേറ്റർ. പോസ്റ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ്, സെക്കൻഡ് ഓപ്പറൻറ്റ്, ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് P2 കാൽക്കുലേറ്റ് ചെയ്യണം. P2 കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ P1 - C ആണ്. അപ്പോൾ പോസ്റ്റ് ഫിക്സിൽ ഫസ്റ്റ് ഓപ്പറൻറ്റ് ചെയ്താൽ, സെക്കൻഡ് ഓപ്പറൻറ്റ് ചെയ്താൽ,
പിന്നെ ഓപ്പറേറ്റർ, അതായത് P1C മൈനസ്. ഈ P1 നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, AB പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ AB പ്ലസ് ആദ്യം എഴുതാം, ദെൻ C എന്ന് എഴുതാം, ദെൻ മൈനസ് എന്ന് എഴുതാം. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ, ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പോസ്റ്റ് ഫിക്സിലേക്കും പ്രിഫിക്സിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പ്രയോറിറ്റി ബേസിലാണ് ഇവിടെ കൺവേർഷൻ നടക്കുന്നത്. ഇപ്പോൾ 2 എക്സാമ്പിൾസ് ഇതിൻ്റെ ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണിത് പെർഫോം ചെയ്യണേന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ ടോട്ടൽ കുറേ ഓപ്പറൻസ് 1 2 3 4 5 6 7 ഓപ്പറൻസ് ഉണ്ട്. ഇതിൽ ഓപ്പറേറ്റേഴ്സ് പ്ലസ് ഫസ്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റാർ ഉണ്ട്, സ്ലാഷ്, മൈനസ്, എക്സ്പോൺഷ്യൽ, അതായത് നമ്മൾ A⁻B അങ്ങനെയുള്ളൊരു ഓപ്പറൻ്റാണ് ഇത്. E⁻F എന്നാണ് വായിക്കുക. E⁻F, നമ്മൾ 2⁻3, ഇത് നമ്മൾ 2 എക്സ്പോൺഷ്യൽ 3 എന്ന് എഴുതും. നെക്സ്റ്റ് വന്നേക്കുന്നത് സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റാർ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. ഇതിനെ നമുക്ക് പ്രിഫിക്സിലേക്കും പോസ്റ്റ് ഫിക്സിലേക്കും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം പ്രയോറിറ്റി വെച്ചിട്ട് നമ്മൾ ഏതാണ് പെർഫോം ചെയ്യുന്നത് അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പ്രയോറിറ്റി നോക്കുമ്പോൾ സ്റ്റാറിനും സ്ലാഷിനും സെയിം പ്രയോറിറ്റിയാണ്, പ്ലസിനും മൈനസിനും സെയിം പ്രയോറിറ്റിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പ്രയോറിറ്റിയാണ് നമ്മുടെ എക്സ്പോൺഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനാണ്, ദെൻ ഇതിന്, നെക്സ്റ്റ് പ്ലസ് മൈനസിന്. ഈ സ്റ്റാറും സ്ലാഷിൻ്റെ കേസിലായാലും 2 സെയിം ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്താലും നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അനലൈസ് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റീഡ് ചെയ്തിട്ട് ഫസ്റ്റ് വരണത് ഏതാ അതാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കാം. P1 ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ എക്സ്പോൺഷ്യൽ വന്ന് കിടക്കുന്നുണ്ട്, ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ എക്സ്പോൺഷ്യൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്, E⁻F, ഇതാണ് ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത്. നെക്സ്റ്റ് പെർഫോം ചെയ്യേണ്ടത് ഏതാ? നെക്സ്റ്റ് ഇനി എക്സ്പോൺഷ്യൽ ഒന്നും ഇല്ല, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്. ഇവിടെ എക്സ്പോൺഷ്യൽ ഒന്നും ഇല്ല. പിന്നെ സ്റ്റാറും സ്ലാഷും, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 സ്റ്റാർ ഉണ്ട്, 1 സ്ലാഷ് ഉണ്ട്. അപ്പോൾ ഈ 2 സ്റ്റാറിൽ ഏതാണ് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ലാഷ് ആണോ പെർഫോം ചെയ്യേണ്ടത്, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത് സ്റ്റാർ ആണ് ഫസ്റ്റ് വന്ന് കിടക്കുന്നത്. ഈ സ്റ്റാറിന് യൂസ് ചെയ്ത 2 ഓപ്പറൻസ് എന്നുണ്ട് B⁻C, ഇതാണ് സ്റ്റാറിന് വന്നേക്കുന്നത്. നെക്സ്റ്റ് P3, നെക്സ്റ്റ് പ്രയോറിറ്റി. ഇപ്പം ഇത് നമ്മുടെ കഴിഞ്ഞു. ഇനി ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ സ്ലാഷ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സ്ലാഷ് ആണ്. നമ്മൾ സ്ലാഷ് പെർഫോം ചെയ്യുമ്പോൾ C/D എന്ന് എഴുതരുത്, കാരണം നമ്മൾ B⁻C ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ സ്ലാഷ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതായത് B⁻C/D ആണ് പെർഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് P2/D. P2നാണ് നമ്മൾ P⁻C എന്ന് എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് പ്രയോറിറ്റി ഏതിനാണ് നോക്കാം. നെക്സ്റ്റ് പ്രയോറിറ്റി ഈ ഒരു സ്റ്റാറിനാണ്. P⁻F⁻G എന്ന് എഴുതരുത്, കാരണം ഈ എക്സ്പോണൻഷ്യൽ F ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സ്പോണൻഷ്യൽ F⁻G എന്ന് എഴുതണം. ദാറ്റ് മീൻസ് ഈ എക്സ്പോണൻഷ്യൽ F എന്ന് പറയുന്നത് P1 ആണ്, P1*G എന്ന് എഴുതാം. നെക്സ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാറും സ്ലാഷും എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് പ്ലസും മൈനസാണ്. ഇതിൽ ഫസ്റ്റ് വന്ന് കിടക്കുന്നത് ഏതാണ്? ഇതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് പ്ലസ് ആണ്. പ്ലസ് എഴുതുമ്പോൾ A+B എന്നല്ല എഴുതണ്ടേ, കാരണം B⁻C/D നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ A+B⁻C/D എന്നാണ് എഴുതേണ്ടത്. ദാറ്റ് മീൻസ് A+B⁻C/D ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ B⁻C/D എന്ന് പറയുന്നത് ഇതാണ്, B⁻C/D. ദാറ്റ് മീൻസ് A+B⁻C/D. അത് നമ്മുടെ P3യിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത് മൈനസിനാണ്. മൈനസ് D-E എന്നല്ല,
ഇത് മൈനസ് ഇതെന്നാണ്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് P5 മൈനസ് ഇതെന്ന് പറയുന്നത് ഈ എക്സ്പോണൻഷ്യൽ എഫ് സ്റ്റാർ ജി ആണ്, അതായത് P4. അപ്പോൾ നമ്മൾ പ്രയോറിറ്റീസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഈ ഒരു പ്രയോറിറ്റി വെച്ചിട്ട് ഇതിനെ നമ്മൾ പ്രിഫിക്സും പോസ്റ്റ് ഫിക്സിലേക്കും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് പ്രിഫിക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1/1 ആയിട്ട് P1 നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകാം. അപ്പോൾ പ്രിഫിക്സിൽ എഴുതുമ്പോൾ ആദ്യം ഓപ്പറേറ്റർ എഴുതാം, പിന്നെ ഫസ്റ്റ് ഓപ്പറൻറ്റ്, പിന്നെ സെക്കൻഡ് ഓപ്പറൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രിഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഓപ്പറേറ്റർ, ദെൻ ഫസ്റ്റ് ഓപ്പറൻറ്റ്, ദെൻ സെക്കൻഡ് ഓപ്പറൻറ്റ്. നെക്സ്റ്റ് എഴുതുമ്പോൾ B സ്റ്റാർ C. ഇതിൽ ഫസ്റ്റ് ഓപ്പറേറ്റർ സ്റ്റാർ, ഫസ്റ്റ് ഓപ്പറൻറ്റ് B, സെക്കൻഡ് ഓപ്പറൻറ്റ് C. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ P2/D ആണ്. ഈ P2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. P2ൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് സ്റ്റാർ BC എന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. P2/D മീൻസ് ഇതിൻ്റെ പ്രിഫിക്സ് ഉണ്ട് P2, പിന്നെ D, പിന്നെ സ്ലാഷ്. ഇത് പോസ്റ്റ് ഫിക്സ് ആയി. പ്രിഫിക്സ് എഴുതുമ്പോൾ ആദ്യം ഓപ്പറേറ്റർ, പിന്നെ ഫസ്റ്റ് ഓപ്പറൻറ്റ്, പിന്നെ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഇനി P2ന് നമ്മൾ ഇതിന് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് P2 മീൻസ് സ്ലാഷ് എഴുതി ആദ്യം. P2 മീൻസ് സ്റ്റാർ BC, പിന്നെ D എന്ന് എഴുതുക. നെക്സ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ P1 സ്റ്റാർ G എന്നാണ്. ഇതിൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പറേറ്റർ എഴുതുക, ദെൻ ഫസ്റ്റ് ഓപ്പറൻറ്റ്, ദെൻ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഇനി P1 എന്ന് പറയുന്നത് എന്താ? ഇതാണ് നമ്മുടെ P1 എക്സ്പോണൻഷ്യൽ EF. അപ്പോൾ സ്റ്റാർ എക്സ്പോണൻഷ്യൽ EF. അപ്പോൾ P4 കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് P5. നമ്മൾ P6 വരെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ കിട്ടി. P5 എഴുതുമ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റർ എഴുതുക, ദെൻ ഫസ്റ്റ് ഓപ്പറൻറ്റ്, ദെൻ സെക്കൻഡ് ഓപ്പറൻറ്റ്. P3 എന്താ? P3 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ P3. ഇത് എഴുതുമ്പോൾ പ്ലസ് A, P3 എന്ന് പറയുന്നത് സ്ലാഷ് സ്റ്റാർ BCD. നെക്സ്റ്റ് ലാസ്റ്റ് P6. ഈ P6 കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ ആണ്. P6 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രിഫിക്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഫസ്റ്റ് ഓപ്പറൻറ്റ്, സെക്കൻഡ് ഓപ്പറൻറ്റ്. ഇത് എഴുതുമ്പോൾ മൈനസ് P5 എന്ന് പറയുന്നത് ഇതാണ് പ്ലസ് A സ്ലാഷ് സ്റ്റാർ BCD. P4 എന്താ? P4 എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർ എക്സ്പോണൻഷ്യൽ EF. നമുക്ക് ഇപ്പം തന്നിരിക്കുന്ന പ്രിഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. മൈനസ് പ്ലസ് A സ്ലാഷ് B സ്ലാഷ് സ്റ്റാർ BCD സ്റ്റാർ എക്സ്പോണൻഷ്യൽ EF. ഇങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റാർ EF ജിയും കൂടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഈ എക്സ്പോണൻഷ്യൽ F ജി ഉണ്ട്, ഈ ജി എഴുതിയില്ല, ഇവിടെ ജി, ഇവിടെയും കൂടി ജിയും കൂടി വരും. ഇതാണ് ഇതിൻ്റെ പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഇനി ഇതുപോലെ തന്നെ നമുക്കിതിൻ്റെ പോസ്റ്റ് ഫിക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സെയിം മെക്കാനിസം തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. ഇതിൽ പ്രയോറിറ്റി ഏതാണെന്ന് ചെക്ക് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഫിക്സും കാൽക്കുലേറ്റ് ചെയ്യും. അത് ആദ്യം തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഈ എക്സ്പോണൻഷ്യൽ F P2. നെക്സ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഈ B സ്റ്റാർ C. നെക്സ്റ്റ് പ്രയോറിറ്റി B സ്റ്റാർ C സ്ലാഷ് D. ദാറ്റ് മീൻസ് P2/D. നെക്സ്റ്റ് പ്രയോറിറ്റി E exponential F star G. That means E exponential F means P1 star G. Next P5 എന്ന് പറയുന്നത് A plus B star C slash D. That means A plus P3. Next P6 അതായത് P5 minus P4. ഇതാണ് P6. ഇതിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. പോസ്റ്റ് ഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പ്രയോറിറ്റി 1ന്റെ പോസ്റ്റ് ഫിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് എഴുതാം,
ദെൻ ഓപ്പറേറ്റർ എഴുതാം. ഇവിടെ ഫസ്റ്റ് ഓപ്പറൻഡ് ഇ ആണ്, സെക്കൻഡ് ഓപ്പറൻഡ് എഫ് ആണ്, ഓപ്പറേറ്റർ എക്സ്പോണൻഷ്യൽ ആണ്. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്പറൻഡ് ബി ആണ്, സെക്കൻഡ് ഓപ്പറൻഡ് സി ആണ്, ഓപ്പറേറ്റർ സ്റ്റാർ ആണ്. ഈ ഒരു കേസിൽ ഫസ്റ്റ് ഓപ്പറൻഡ് P2 ആണ്, സെക്കൻഡ് ഓപ്പറൻഡ് ഡി ആണ്, ഓപ്പറേറ്റർ സ്ലാഷ് ആണ്. ഇനി P2ന് പകരം ഇത് എഴുതി വയ്ക്കാം, PC സ്റ്റാർ ഡി സ്ലാഷ്. ഈ ഒരു കേസിൽ ഫസ്റ്റ് ഓപ്പറൻഡ് P1, സെക്കൻഡ് ഓപ്പറൻഡ് ജി, പിന്നെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ഇതിന് പകരം P1ന് പകരം EF എക്സ്പോണൻഷ്യൽ ജി സ്റ്റാർ. നെക്സ്റ്റ് ഈ ഒരു കേസിൽ ഫസ്റ്റ് ഓപ്പറൻഡ് എ, സെക്കൻഡ് ഓപ്പറൻഡ് P3, പിന്നെ പ്ലസ് എ. P3ക്ക് പകരം BC സ്റ്റാർ ഡി സ്ലാഷ് പ്ലസ്. നെക്സ്റ്റ് P5, P4 മൈനസ് ഫസ്റ്റ് ഓപ്പറൻഡ്, സെക്കൻഡ് ഓപ്പറൻഡ്, ഓപ്പറേറ്റർ. P5ക്ക് പകരം ABC സ്റ്റാർ ഡി സ്ലാഷ് പ്ലസ്. ഇവിടെ P4 എന്ന് പറയുന്നത് EF എക്സ്പോണൻഷ്യൽ ജി സ്റ്റാർ നെക്സ്റ്റ് മൈനസ്. ഇതാണ് ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ദാറ്റ് മീൻസ് ABC സ്റ്റാർ ഡി സ്ലാഷ് പ്ലസ് EF എക്സ്പോണൻഷ്യൽ ജി സ്റ്റാർ മൈനസ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര ഓപ്പറൻസ് ഉണ്ടെന്ന് നോക്കാം, ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ABCD 4 ഓപ്പറൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. EAC 3 ഓപ്പറൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഹൈ പ്രിസിഡൻസ് ബ്രാക്കറ്റിനാണ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാർ സ്ലാഷ് എക്സ്പോണൻഷ്യലിലേക്കൊക്കെ നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ കുറേ ബ്രാക്കറ്റുകൾ കാണാം. ഇതിപ്പോൾ ഇതിൽ ഇന്നർ ബ്രാക്കറ്റുകൾ നോക്കാം. അപ്പോൾ ഇതിന് ഇന്നർ ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഇന്നർ ബ്രാക്കറ്റാണ്. പിന്നെ ചെറുതായിട്ടുള്ള ഇന്നർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇന്നർ ബ്രാക്കറ്റ് ഉണ്ട്. അതായത് B എക്സ്പോണൻഷ്യൽ C ഉണ്ട്, A/C ഉണ്ട്. ഇതിന് 2 ഇന്നർ ബ്രാക്കറ്റുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒന്നിൽ എക്സ്പോണൻഷ്യലും മറ്റേതിൽ സ്ലാഷും ആണ്. അപ്പം ഇതിൽ എക്സ്പോണൻഷ്യൽ, ഈ ഒരു എക്സ്പോണൻഷ്യൽ ആണ് ഫസ്റ്റ് ഹൈ പ്രയോറിറ്റി വരുന്നത്. അപ്പം ഇതിന് ആദ്യം കൺസിഡർ ചെയ്യാം. P1 എന്ന് പറയുന്നത് B എക്സ്പോണൻഷ്യൽ C. P2 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്നർ ബ്രാക്കറ്റ് A/C ആണ്. അപ്പം A/C ആണ് നെക്സ്റ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് P3 ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇന്നർ ബ്രാക്കറ്റ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ B എക്സ്പോണൻഷ്യൽ C മൈനസ് D, ഇതൊരു ബ്രാക്കറ്റാണ്. പിന്നെ ഇവിടെ E മൈനസ് A/C അതൊരു ബ്രാക്കറ്റാണ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ടിലും സെയിം ഓപ്പറേറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം സെയിം ഓപ്പറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്, അതിൽ ആദ്യം വരുന്നത് ഈ ഒരു ടേമാണ്. ഇതാണ് പെർഫോം ചെയ്യേണ്ടത്. അതായത് B എക്സ്പോണൻഷ്യൽ C മൈനസ് D. That means B exponential C means P1 minus D. Next P4 എന്ന് പറയുന്നത് E minus A/C. That means E minus A/C. ഇതാണ് നെക്സ്റ്റ് ഓപ്പറേഷൻ. E minus A/C means P2 എന്ന് എഴുതാം. നെക്സ്റ്റ് P5 എന്ന നെക്സ്റ്റ് ബ്രാക്കറ്റ് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഈ ഒരു ബ്രാക്കറ്റും കൂടി സ്റ്റാർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു ബ്രാക്കറ്റാണ് പെർഫോം ചെയ്യേണ്ടത്. കാരണം ഈ സ്റ്റാർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടേ സ്റ്റാർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ A പ്ലസ് B എക്സ്പോണൻഷ്യൽ C മൈനസ് D ഇത് ആദ്യം ചെയ്യണം. ഇതെന്ന് പറയുന്നത് A പ്ലസ്, ഇത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, A പ്ലസ് P3 ആണ്. നെക്സ്റ്റ് P6ൻ്റെ ഉള്ളിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തു, ഇതിൻ്റെ കൂടെ സ്റ്റാർ ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് P5 ആണ്. P5 സ്റ്റാർ ഇതെന്ന് പറയണത് P4 ആണ്. നമുക്ക് പ്രയോറിറ്റി കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പ്രിഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ പ്രിഫിക്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഓപ്പറേറ്റർ ദെൻ ഓപ്പറൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം P1ൻ്റെ പ്രിഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. P1ൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് ആദ്യം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പോൺഷ്യൽ, ദെൻ ഓപ്പറൻസ് BC. നെക്സ്റ്റ് ഇതിൽ ഓപ്പറേറ്റർ സ്ലാഷ് ഓപ്പറൻസ് എയും സി. ഇനി P3യുടെ കേസിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മൈനസ്, ഓപ്പറൻസ് എന്ന് പറയുന്നത് P1D. P1 എന്ന് പറയുന്നത് എന്താ? എക്സ്പോൺഷ്യൽ BC മൈനസ് എക്സ്പോൺഷ്യൽ BC. നെക്സ്റ്റ് P4ൻ്റെ ഉള്ള ഓപ്പറേറ്റർ മൈനസ് ഓപ്പറൻസ് P2 മൈനസ് P2 എന്ന് പറയുന്നത് സ്ലാഷ് AC. നെക്സ്റ്റ് കേസ് P5 എന്നത് A പ്ലസ് P3, ദാറ്റ് മീൻസ് പ്ലസ് AP3 പ്ലസ് AP3. P3 മീൻസ് മൈനസ് എക്സ്പോൺഷ്യൽ BC. നെക്സ്റ്റ് P4, ദാറ്റ് മീൻസ് സ്റ്റാർ P4. That implies P5 means star plus A minus exponential BC. P4 minus E slash AC. ഇതാണ് ഇതിൻ്റെ പ്രിഫിക്സ് നൊട്ടേഷൻ. പ്രിഫിക്സ് മീൻസ് സ്റ്റാർ പ്ലസ് A മൈനസ് എക്സ്പോൺഷ്യൽ BC മൈനസ് E സ്ലാഷ് AC. അപ്പോൾ ഇവിടെ ഒരു ഡിയും കൂടി ഉണ്ട്, BCD. ദാറ്റ് മീൻസ് ഇവിടെയും BCD മൈനസ് E സ്ലാഷ് AC. ഇങ്ങനെയാണ് നമ്മൾ P6 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആയാലും BCD പ്രിഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെയിം മെക്കാനിസം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോസ്റ്റ് ഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് ഫിക്സിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഓപ്പറൻസ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേറ്റർ എഴുതാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് P1 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. P1ൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഓപ്പറൻസ് എഴുതാം, അതായത് ബിയും സിയും, ദെൻ ഓപ്പറേറ്റർ അതായത് എക്സ്പോൺഷ്യൽ. ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ AC പിന്നെ സ്ലാഷ്. ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ P1 ഓപ്പറൻറ്റ് D ദെൻ മൈനസ്. P1 means BC exponential, which implies BC exponential D. Next case into ഇവിടെ PC exponential D minus ഇതും കൂടി ഉണ്ട്. ഈ ഒരു കേസിൽ EP2 minus, that means P2 means AC slash minus. Next AP3 plus, which implies AP3. P3 means BC exponential D minus, then plus. Next P4 star, that means P5 means ABC exponential D minus plus P4 EAC slash minus, then എഴുതേണ്ടത് സ്റ്റാർ. ഇതാണ് ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. ദാറ്റ് മീൻസ് ABC എക്സ്പോൺഷ്യൽ D മൈനസ് പ്ലസ് EAC സ്ലാഷ് മൈനസ് സ്റ്റാർ. അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.